ഇനി നോക്കാം കാർഷിക വാർത്തകൾ. തേങ്ങയ്ക്ക് പിന്നാലെ കൊട്ടടയ്ക്കയും വിലയും മുന്നേറ്റം. ഒരു വർഷത്തെ ഇടവേളയ്ക്കിടയിൽ കൊട്ടടയ്ക്ക വില കിലോയ്ക്ക് 90 രൂപയാണ് കൂടിയത്. പുതിയ അടയ്ക്കയുടെ വിലയിലും മാറ്റം പ്രതിഫലിച്ചിട്ടുണ്ട്. 2024 ജനുവരിയിൽ 390 മുതൽ 410 രൂപയായിരുന്നു മേൽത്തരം പഴയ അടയ്ക്ക വില. എന്നാൽ 2025 ജനുവരിയിൽ ഇത് നേരിയ മാറ്റത്തോടെ 425 മുതൽ 450 രൂപയായി ഉയർന്നിരുന്നു. ഇതാണ് 10 മാസം പിന്നിട്ടപ്പോൾ 495 മുതൽ 520 രൂപയിലേക്ക് ഉയർന്നത്. 2023 ജനുവരിയിൽ നിന്ന് 2024 മേൽത്തരം അടയ്ക്ക വിലയിൽ കിലോയ്ക്ക് 100 രൂപയോളം ഇടിവ് സംഭവിച്ചിരുന്നു. തിരിവ് വിലയിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളുണ്ടായി. ഗുണനിലവാരം കുറഞ്ഞ കരിങ്കൊട്ട, ഉള്ളി, ഫൊട്ടോറ അടക്ക ഇനത്തിൽ കഴിഞ്ഞ വർഷം വലിയ വിലയിടിവ് പ്രകടമായിരുന്നു. 2023 വർഷത്തെ വിലയെ അപേക്ഷിച്ച് കരിങ്കൊട്ട, ഉള്ളി ഇനങ്ങളുടെ വിലയിൽ 100-ലധികം രൂപയുടെ ഇടിവാണ് സംഭവിച്ചത്. എന്നാൽ അടുത്തിടെ ഇവയുടെ വില പഴയ നിലയിലേക്കു തന്നെ ഉയർന്നത് കർഷകർക്ക് ആശ്വാസമായി. ഉപോൽപ്പന്നമായി ഉപയോഗിക്കുന്ന ചെമ്മന്ന അടയ്ക്ക വില ഉയർന്നതാണ് കരിങ്കൊട്ട, ഉള്ളി ഇനങ്ങളുടെ വില വർധനയ്ക്ക് ഇടയാക്കിയത്. കവുങ്ങിൻ തോപ്പുകളിലെ ഇലപ്പുള്ളി രോഗത്തിനും മഹാളി ബാധയ്ക്കുമിടയിൽ വിളനഷ്ടത്തിൽ നട്ടം തിരിയുന്ന അടയ്ക്ക കർഷകർക്ക് വില വർധന പ്രതീക്ഷയും ആശ്വാസവുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മണ്ഡല മകരവിളക്ക് സീസൺ എത്തിയതോടെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുമോ എന്ന ആശങ്കയിലാണ് മലയാളികൾ. തേങ്ങയുടെ ആവശ്യകത ഉയരുന്ന ഈ സീസണിൽ തേങ്ങ വിലയിലെ വർധനവ് നേരിട്ട് വെളിച്ചെണ്ണ വിലയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. വെളിച്ചെണ്ണയുടെ വില ഓണത്തിനു മുമ്പ് ചെന്നെത്തിയത് റെക്കോർഡ് ഉയരത്തിലാണ്. എന്നാൽ സർക്കാരിന്റെ തക്ക സമയത്തെ ഇടപെടൽ കാരണം വില നിയന്ത്രിക്കാനായി. നിലവിൽ 300 രൂപയ്ക്ക് മുകളിൽ വെളിച്ചെണ്ണയ്ക്ക് വില നൽകേണ്ടി വരുന്നത് പലരെയും ആശങ്കപ്പെടുത്തുന്നു. എന്നാൽ മണ്ഡലകാലത്ത് വെളിച്ചെണ്ണ ഉപയോഗം വർദ്ധിക്കുന്നത് വില വർധനവിനും കാരണമാകുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കേരളത്തിൽ നിലവിൽ ക്വിന്റലിന് 37,200 മുതൽ 42,000 രൂപ വരെയാണ് വില. തേങ്ങയുടെ ലഭ്യതക്കുറവും കൊപ്ര സംഭരണത്തിലെ തടസ്സങ്ങളുമാണ് ഇതിന് കാരണമായതെന്ന് വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞ മണ്ഡലകാലത്തും വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില ഉയർന്നിരുന്നു. പിന്നീട് ജനുവരിയോടെയാകും വില സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തുന്നത്. ഉയർന്ന ബ്രാൻഡിലെ വെളിച്ചെണ്ണ ലിറ്ററിന് 390 മുതൽ 400 രൂപ വരെയാണ് നിലവിലെ വില. സർക്കാരിന്റെ കേര വെളിച്ചെണ്ണയ്ക്കും 479 രൂപയോളം വിലയുണ്ട്. തേങ്ങയുടെ ക്ഷാമമാണ് കേരളത്തെ നിലവിൽ ദോഷകരമായി ബാധിക്കുന്നത്. ഇതേ സ്ഥിതി തുടരുകയാണെങ്കിൽ മണ്ഡലകാലത്ത് വെളിച്ചെണ്ണ വില 600ലേക്ക് കയറുമെന്ന ആശങ്കയും വ്യാപാരികൾ പങ്കുവയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് പച്ചക്കറിയുടെയും പലവ്യഞ്ജനങ്ങളുടെയും വില കുത്തനെ ഉയരുകയാണ്. ദിവസേന ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ നിരക്ക് കൂടിയതോടെ സാധാരണ കുടുംബങ്ങളുടെ ബജറ്റ് തന്നെ താളം തെറ്റുന്ന സ്ഥിതിയാണിപ്പോൾ. മഴക്കെടുതി മൂലം കൃഷിയിടങ്ങൾ കേടായതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതുമാണ് വിപണിയിലെ വിലവർധനയ്ക്ക് കാരണം. സംസ്ഥാനത്ത് പച്ചക്കറി പലവ്യഞ്ജന വില കുതിച്ചുയരുകയാണ്. തുലാവർഷ മഴ കാരണം കൃഷിയിടങ്ങൾ പലതും കേടായതും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വരവ് കുറഞ്ഞതുമാണ് വിപണിയിലെ വിലയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. എന്നാൽ സവാള വിലയിൽ മാത്രമാണ് ചെറിയ ആശ്വാസം. ഇപ്പോൾ കിലോയ്ക്ക് 25 രൂപ മുതൽ 30 രൂപ വരെയാണ് നിരക്കിലാണ് സവാള വിൽക്കുന്നത്. അതേസമയം വെണ്ട, മുളക്, പടവലം, ബീറ്റ്റൂട്ട്, ഉരുളക്കിഴങ്ങ്, കാബേജ് തുടങ്ങി മിക്ക പച്ചക്കറികളുടെയും വില ഉയർന്നിരിക്കുകയാണ്. 110 രൂപയായിരുന്ന തൊണ്ടൻ മുളക് 150 രൂപയായി ഉയർന്നപ്പോൾ 170 രൂപയായിരുന്ന വറ്റൽമുളക് 200 രൂപയായി ഉയർന്നു. സാമ്പാർ പരിപ്പിന് 120 രൂപയായി. ശരാശരി 10 രൂപ മുതൽ 30 രൂപ വരെയാണ് എല്ലാ ഇനത്തിനും വില വർദ്ധിച്ചിട്ടുള്ളത്. എന്നാൽ ക്യാരറ്റ്, വഴുതന, സവാള, കോളിഫ്ലവർ തുടങ്ങിയവയുടെ വിലയിൽ വലിയ മാറ്റമില്ല. നിലവിൽ വിപണിയിൽ ക്യാരറ്റിന് 80 രൂപ, ബീൻസ് 60 രൂപ, സവാള 25 രൂപ, തക്കാളി 35 രൂപ, വെണ്ടയ്ക്ക 35 രൂപ, മുളക് 40 രൂപ, പടവലം 35 രൂപ, കാബേജ് 40 രൂപ, ബീറ്റ്റൂട്ട് 50, ചേന 60, ചെറിയുള്ളി 50 രൂപ, ഉരുളക്കിഴങ്ങ് 45 രൂപ, വെളുത്തുള്ളി 200 രൂപ എന്നീ നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകൾ സ്ഥിരത പുലർത്തിയെങ്കിലും കൊച്ചി, കോട്ടയം വിപണികളിലെ ഷീറ്റ് റബ്ബർ വില ഇടിഞ്ഞു. ഏലക്ക ലേലത്തിൽ കയറ്റുമതിക്കാരുടെ സാന്നിധ്യം ശക്തമായിട്ടും ശരാശരി വിലയിൽ തളർച്ച അനുഭവപ്പെട്ടു. ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകൾ സ്റ്റഡി നിലവാരത്തിൽ നീങ്ങിയെങ്കിലും ഇന്ത്യൻ വ്യവസായികൾ കൊച്ചി, കോട്ടയം വിപണിയിൽ നിന്നും പിൻവലിഞ്ഞ് ഷീറ്റ് വില ഇടിച്ചു. കാലാവസ്ഥ അനുകൂലമായതിനാൽ കർഷകർക്ക് പുലർച്ചെ ടാപ്പിംഗ് ഇറങ്ങി. അതേസമയം തെക്കൻ കേരളത്തിൽ മഴ നിലനിൽക്കുന്നതിനാൽ റബ്ബർ വെട്ടിൽ നിന്നും വിട്ടുനിൽക്കാൻ ഒരു വിഭാഗം ഉൽപ്പാദകർ നിർബന്ധിതരായി. 4ാം ഗ്രേഡ് റബ്ബർ കിലോ 186 രൂപയിൽ നിന്നും 185 രൂപയായി. തായ് വിപണിയായ ബാങ്കോങ്ങിൽ ഷീറ്റ് കിലോ 187 രൂപയാണ്. മാസാരംഭം മുതൽ 22,000 രൂപയിൽ നിലകൊണ്ട് കൊപ്ര വില ഇടിക്കാൻ വൻകിട മില്ലുകാർ പല അവസരത്തിലും നീക്കം നടത്തിയെങ്കിലും ദക്ഷിണേന്ത്യയിൽ നിലനിന്ന ചരക്കുക്ഷാമം കൊപ്രയ്ക്ക് താങ്ങു പകർന്നു. എന്നാൽ തമിഴ്നാട്ടിൽ കൊപ്രയ്ക്ക് ഇന്ന് പൊടുന്നന്നെ കിൻഡലിന് 250 രൂപ ഇടിഞ്ഞതിന്റെ ചുവട് പിടിച്ച് കൊച്ചിയിൽ 100 രൂപ കുറഞ്ഞ് 29,900 രൂപയായി. ഇടുക്കിയിൽ രാവിലെ നടന്ന ഏലക്ക ലേലത്തിൽ
അന്തർ സംസ്ഥാന വ്യാപാരികൾക്ക് ഒപ്പം കയറ്റുമതി സമൂഹവും ചരക്ക് സംഭരിച്ചു. 82,458 കിലോ ഏലക്ക വിൽപ്പനയ്ക്ക് ഇറങ്ങിയതിൽ 81,912 കിലോയും വിറ്റഴിഞ്ഞെങ്കിലും ശരാശരി ഇനങ്ങൾക്ക് 2,400 രൂപയിലെ താങ്ങ് നഷ്ടപ്പെട്ട് 2,398 രൂപയിലേക്ക് തളർന്നു. വിദേശത്ത് കുരുമുളക് വില ഉയർന്നതിന്റെ ചൂട് പിടിച്ച് ഇന്ത്യൻ മാർക്കറ്റും മുന്നേറി. യൂറോപ്യൻ ഓർഡറുകളുടെ വരവ് വിയറ്റ്നാം മുളക് വില ഉയർത്തി. കൊച്ചിയിൽ അൺഗാർബിൾഡ് മുളക് വില 200 രൂപയുടെ മികവിൽ 68,700 രൂപയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 186, RSS 5 181, ലാറ്റക്സ് 125, ജാതിക്ക 330, ജാതിപത്രി 2,100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 70,400, കുരുമുളക് അൺഗാർബിൾ 68,400, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 35,600, കൊപ്ര 22,050, ചുക്ക് 24,000.